ചേച്ചിക്ക് ഇപ്പോഴും പേഴ്സണൽ ആയിട്ട് ആരോടെങ്കിലും ആ ബിഗ് ബോസ് ഹൗസിനുള്ള ദേഷ്യം ഉണ്ടോ? പേഴ്സണലായിട്ട് ആരോടും ഒരു ദേഷ്യമില്ല. പുറത്തിറങ്ങിയ കാരണം പുറത്തിറങ്ങിയതിന് ശേഷമില്ല. കാരണം മസ്താനിയാണ്, മസ്താനി വരെ ഓർത്തത് റീ എൻട്രിക്ക് മസ്താനിയെ വല്ലതും വഴക്ക് പിടിക്കുവോ പഴയ കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും പറയുമോ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഓടിച്ചെന്ന് മസ്താനിയെ ചെന്ന് കെട്ടിപ്പിടിച്ചു, നെറ്റിൽ ഉമ്മ കൊടുത്തു, അതൊക്കെ ഞാൻ ചെയ്തു. സോ എന്താ പറയാ, മസ്താനി ചിന്തിച്ച രേണുസുതി അല്ല രേണുസുതി, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിച്ച പോലെ അല്ല രേണുസുതി. നമ്മുടെ മനസ്സിലൊരു നന്മയുണ്ട്, അതായത് നമ്മൾ ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ട്. സോ അതൊക്കെ നമ്മൾ അവരോട് ക്ഷമിച്ചു. ഇനി ഇതിന് ശേഷം ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ ബിഗ് ബോസിൽ എല്ലാവരുമായിട്ട്? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ഉണ്ടായിരിക്കാം, കാരണം ഗ്രൂപ്പിൽ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പോലും എനിക്കത് കോണ്ടാക്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. എല്ലാരേക്കാളും ഏറ്റവും കൂടുതൽ തിരക്കിലായത് രേണു ചേച്ചി എല്ലാരും പറയുന്നുണ്ട്. അതെ, ബിഗ് ബോസ് ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആയെന്നാ പറയുന്നത്. ഇന്റർനാഷണൽ സെലിബ്രിറ്റി ദുബായി പോയി, ബഹ്റിനിൽ പോയി, അതിനുശേഷം വീണ്ടും ദുബായിൽ പോവാണ്. റോസസ് ഡ്യൂവിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ദുബായിലേക്ക്. അതെ. ഇനിയിപ്പം അങ്ങോട്ടേക്ക് വിദേശത്തേക്ക് തന്നെ ഇനോഗ്രേഷൻ സെറ്റിൽഡ് ആവാനാണോ? അത് അന്ന് നമ്മുടെ സ്പൈക്കുട്ടം വരെ എന്നെ കളിയാക്കിയല്ലോ ഫിനാലേക്ക്. അതെ. ഒരു കോമഡി സ്കിറ്റില് അല്ല, ഇടയ്ക്ക് സ്പൈക്കുട്ടം വന്നു. ലാലോട് ചോദിച്ചു എന്താ സ്പൈക്കുട്ടം, അപ്പൊ ചെവിയിലെന്തോ പറഞ്ഞു. അതെ, പുള്ളിക്ക് ഇവിടെ നിക്കാൻ സമയമില്ല, പുള്ളി ദുബായിലും ബഹറിലും ഒക്കെ ഇനോഗ്രേഷന് വേണ്ടിട്ട് പോവാന്ന്.